റിപ്പോർട്ട് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. 1999 വിജയ് മല്യ സ്വർണം പൂശിയതിന്റെ രേഖകളാണ് പിടിച്ചെടുത്തത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയായിരുന്നു നടപടി. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, ഈ സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ രേഖകളാണ് ഇപ്പോൾ SIT പിടിച്ചെടുത്തിരിക്കുന്നത് അല്ലെ? എപ്പോഴായിരുന്നു ഈ രേഖകൾ ശേഖരിച്ചത്? റോഷ്നി, ഈ അന്വേഷണം തുടങ്ങിയ സമയം മുതൽക്ക് SIT ആവശ്യപ്പെടുന്നതാണ് ഈ 98-99 കാലഘട്ടത്തിൽ വിജയ് മല്യയുടെ UV ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതിന്റെ, അതായത് ദ്വാരപാലകപാളികളിലും കട്ടിളപ്പാളികളിലും അതുപോലെ തന്നെ മറ്റ് ശബരിമലയിലെ മറ്റ് വസ്തുക്കളിലും ഒക്കെ തന്നെ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ, അതിന്റെ കണക്കുകൾ അടക്കമുള്ള രേഖകൾ നൽകണമെന്നുള്ള കാര്യം. പക്ഷേ ദേവസ്വം ബോർഡ് അധികൃതർ അത് ഇതുവരെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ആ രേഖകൾ പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല, വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് എവിടെയാണെന്ന് അറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ കാര്യം കഴിഞ്ഞ ദിവസം കോടതിയിലും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒടുവിൽ ആ രേഖകൾ തരാൻ ഒരു ഉദ്ദേശവുമില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് SIT ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കടന്നു ചെന്നുകൊണ്ട് അവിടെ റെക്കോർഡ് റൂമും മരാമത്ത് വകുപ്പിന്റെ ഓഫീസിലും കയറിക്കൊണ്ട് ഈ രേഖകൾ പിടിച്ചെടുത്തത്. പൂർണ്ണമായും രേഖകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞോ, പിടിച്ചെടുക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ എങ്കിൽ പോലും പ്രധാനപ്പെട്ട രേഖകൾ SITയുടെ പക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതിന്റെ കണക്കുകളടക്കം, അതായത് തൂക്കി നോക്കി അതിന്റെ അളവടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള എംബുക്ക് അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയാൻ കഴിയുന്നത്. മഹസർ അടക്കമുള്ള രേഖകൾ ലഭിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഏറെക്കുറെ റെയ്ഡിന് സമാനമായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടുകൂടി SITയുടെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. നേരത്തെ തന്നെ 2019-ലെയും 2025-ലെയും സ്വർണം പൂശിയതിന്റെ രേഖകൾ കണ്ടെടുത്തിരുന്നു. പക്ഷേ 98-99 രേഖകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നും കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ രേഖകൾ SIT പിടിച്ചെടുത്തിരിക്കുന്നു. അത് ഇനി കോടതിയിൽ ഹാജരാക്കണം. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു